ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. അപ്പം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അതെങ്ങോട്ടാന്നുള്ളത് കനിമോള് തന്നെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതേ ആളെ റെഡിയാക്കുമ്പോഴുള്ള പൂരം നിങ്ങൾ കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്കറിയാലോ അല്ലേ, കട്ടമ്മൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് കട്ടലിൽ റൗണ്ട് അടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേ എൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഒരുപാട് സമയമായിട്ടുണ്ടാവും. അവളെ റെഡിയാവൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. ഇനി ഇതാ കനിമോളെന്നെ പറയാം എങ്ങോട്ടാ പോകണമെന്നുള്ളത് കേട്ടോ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പോണത് ത്രിപാഠിൻ്റെയും പിന്നെ സജീഷ് മാമേൻ്റെ വീട്ടിലാണ്. അതിനാണ് നമ്മൾ റെഡി ആവാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ത്രിപാഠിൻ്റെയും സജീഷ് മാമേനും പോകും. അപ്പം ഞാൻ എക്സൈറ്റഡാ. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ എക്സൈറ്റഡാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു, ഫാഷൻ ഡ്രസ്സ്. ഞാൻ അവിടെ മറ്റേ മിഡി ഇട്ടു, ഞാൻ പാൻറ്റ് റിങ്ങിൻ്റെ ഇയറിങ് ഞാൻ ഇടാൻ പോയി. മമ്മി ചൂസ് ചെയ്യണോ നോക്കൂ, റിങ്ങിൻ്റെ ഇയറിങ് ഈ മറ്റേക്കാൾ. അപ്പോൾ കനിമോൾ പറഞ്ഞല്ലോ അല്ലേ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. കനിമോളുടെ സജീഷങ്ങളുടെയും കൃപാൻറ്റിൻ്റെയും അടുത്തേക്കാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്നതായിരിക്കും കേട്ടോ ഒരു പക്ഷേ ശരി. കാരണം ഇപ്പോൾ എന്നെക്കാൾ കൂടുതൽ അടുപ്പം അവൾക്കാണ് അവരുടെ അടുത്തേക്കുള്ളത്. ഞാൻ മുന്നൊരു വ്ളോഗിൽ അമൃതകൃപേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് തന്നെ ഒരു ഇന്ത്യൻ ക്ലബ്ബിൽ പോയാലോ എന്നുള്ളതായിരുന്നു. സോണി ചേച്ചിയുടെ പാട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളാണ് അമൃതകൃപ. അവളെ ഞാൻ കൃപ എന്നാണ് ഷോർട്ടാക്കി വിളിക്കാറുള്ളത് കേട്ടോ. അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് സജീഷ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ഞങ്ങളുടെ ഇടയിൽ തോന്നാറുണ്ട് കേട്ടോ. അത് ഞാൻ വരുന്ന ഓരോ ഭാഗങ്ങളിലായിട്ട് പറയാം. ഈ വ്ളോഗ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. ഞായറാഴ്ച പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വായയ്ക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിപ്പോഴും മാറിയിട്ടില്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കുറച്ച് റെസ്റ്റും ഒക്കെ ആയിരുന്നു, നല്ല വേദനകളൊക്കെ കൂടിയിട്ട്. അപ്പോൾ അത് കാരണം വ്ളോഗ് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് പഴയ അവസ്ഥയിലേക്ക് ആയിട്ടില്ല. വേദനയിലും ഒരു പിടുത്തം വെച്ച് സംസാരിക്കുന്ന മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. വ്ളോഗ് എവിടെ എന്നുള്ളത് കൃപ അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവർക്കും അറിയാലോ. അപ്പോൾ ഇതായിരുന്നു അതിനുള്ള റീസൺ, ഇത്രയും ഡിലേ ആവാനുള്ള റീസൺ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാനും കൃപയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 22 വർഷത്തോളമായിട്ടുള്ള ബന്ധമാണ് കേട്ടോ. ഞങ്ങൾ 3ാം ക്ലാസ് തൊട്ടിട്ടാണ് ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ അവൾ വേറെ സ്കൂളിലായിരുന്നു. പിന്നീട് അതിന് ശേഷം അവൾ ചെറമംഗലം AP സ്കൂളിലേക്ക് വന്നതും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായതും അവിടെ നിന്നാണ്. ഞങ്ങളെല്ലാവരും, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിച്ചൊരു സ്കൂളാണ് ചെറമംഗലം AP സ്കൂള്. 7th ശേഷം ഞങ്ങൾ SNMHSS പരപ്പനങ്ങാടി സുപ്പിക്കുട്ടി എന്ന് പറയും ആ സ്കൂളിലേക്ക് മാറി. അപ്പം ഞങ്ങൾ രണ്ടാളും വേറെ വേറെ ഡിവിഷനിലായിരുന്നു, പക്ഷെ ഒരേ സ്കൂളിലായിരുന്നു. പിന്നെ +1 +2 അതേ സ്കൂളിൽ തന്നെയായിരുന്നു സുപ്പിക്കുട്ടിയിൽ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ വരെയായി മാറി കേട്ടോ. ഈ 3rd സ്റ്റാൻഡേർഡ് തൊട്ട് 7th സ്റ്റാൻഡേർഡ് വരെയുള്ള കഥകളിലൊക്കെ ഞങ്ങളുടെ ബോസ് എന്ന് പറയുന്നൊരു കഥാപാത്രമായിരുന്നു അമൃതകൃപയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വ്ളോഗിലൊന്നും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അന്നൊക്കെ ഒരുപാട് ഇടി പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കഥകളൊക്കെ ഞങ്ങളിപ്പോൾ ഈ 2 സജീഷേട്ടന്മാരുടെ അടുത്തും പറഞ്ഞ് ഞങ്ങളിങ്ങനെ കൂടുമ്പോഴൊക്കെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കാറാട്ടോ. ഞങ്ങളുടെ 5 പേര് ചേർന്നിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു പോർഷൻ വിട്ടു തരാത്തൊരു വ്യക്തിയായിരുന്നു ഈ അമൃതകൃപ. കൂടുതലൊന്നും ഞാനിനി ഇവിടെ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ അന്നുണ്ടായിരുന്ന കുഞ്ഞു പിണക്കം എന്ന് പറയുന്നത് നമുക്ക് വലിയ പിണക്കങ്ങളായിരിക്കും. പിന്നീട് നമുക്കൊരു പീരീഡ് എത്തുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിക്കാൻ തുടങ്ങുക. അങ്ങനെ ഞങ്ങളത് പറഞ്ഞ് ഒരുപാട് കളിയൊക്കെ ചിരിച്ചിട്ടുള്ളൊരു പീരീഡായിരുന്നു +1 കാലം കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾ രണ്ടാളും പരപ്പനങ്ങാടിക്കാരാണ്, രണ്ടാളും അടുത്തടുത്ത് വീടുള്ളവരാണ്. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയയിലായിരുന്നു ബഹ്റൈനിലേക്കാണ് ഈ കൊണ്ടുവരുന്നത് എന്നുള്ളത്. കാരണം അവളുടെ കല്യാണമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും എനിക്കിങ്ങനെ ഒട്ടും തന്നെ നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു എൻ്റെ കല്യാണം വന്ന സമയത്തും അമൃതകൃപയും ബഹ്റൈനിലാണ് എന്നുള്ളത്. പിന്നെ ഇവിടെ എത്തിയ ശേഷമാണ് നമ്മൾ
ഇങ്ങനെ അറിയുന്നതും നമ്മളിങ്ങനെ കാണുന്നതും പിന്നീടും ആ ഒരു ഒരുമിച്ചുള്ള ആ ഒരു യാത്ര തുടരാൻ തുടങ്ങിയത് കേട്ടോ. യാദൃശ്ചികമായിട്ട് 2 ഹസ്ബൻഡ്സിൻ്റെയും പേര് സജീഷ് എന്നാണ്. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നാറുണ്ട് എനിക്കും കൃപയ്ക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് സജീഷ് ചേട്ടന്മാർ തമ്മിലാണെന്നുള്ളത് കേട്ടോ. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 3ാം ക്ലാസ് തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇത്രയും കാലം കൊണ്ടുപോകാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഞാൻ ഇവളെയായിട്ട് ഇത്രയും കാലം മുന്നോട്ട് പോകുന്ന ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. കാരണം അതിൻ്റെ ഇടയിൽ ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ചിരിച്ച് തള്ളിക്കളയാൻ പറ്റാവുന്ന തമാശകളായിരുന്നെങ്കിലും ആ ഒരു പീരീഡിൽ എനിക്ക് ഈ വ്യക്തിനെ ഇങ്ങനെ ഒരു ആളെ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ നമ്മളെന്താ പറയുക കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ ശരി ഇന്ന ആൾക്കാരൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരാറാണോ എന്നറിയില്ല. എന്തുകൊണ്ടോ +1 ഇതേപോലെ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് യാത്ര ചെയ്ത് ആ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പിനെ വീണ്ടും പുതുക്കിയെടുക്കാനുള്ളൊരു അവസരം ദയവായിട്ട് ഒരുക്കി തന്നിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്കുള്ളതിലെല്ലാം ഞങ്ങൾ പിന്നെ +2 ശേഷം അവൾ പോളിടെക്നിക്കായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ വേറൊരു കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റൊക്കെ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ പറയണ പോലെ എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റാറില്ല. കാരണം 2 ആളുടെയും ഹസ്ബൻഡ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്ക് ടൈമൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂടിച്ചേരാൻ മാത്രമാണ് പറ്റാറുള്ളത്. 2 ആളുടെ ലീവ് കിട്ടുന്ന ദിവസങ്ങളൊക്കെ മാറുന്നതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ കൂടിച്ചേരുകയാണെങ്കിലും ആ കൂടിച്ചേരലിൽ ഒരു ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറുണ്ട് കേട്ടോ. അത് മുന്നോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വേഗം മുടി കെട്ടി റെഡി ആയിട്ടോ. ഒന്നാമത് കരിമോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഇറങ്ങുമ്പോൾ തന്നെ 7 മണിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് ഇറങ്ങുകയായി. അപ്പോൾ ഇറങ്ങാൻ നേരമായപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ കരിമോൾ പിണങ്ങാൻ തുടങ്ങി. കരിമോൾ ഇറങ്ങാൻ നേരത്തെ എന്തെങ്കിലുമായിട്ടൊരു തല്ലുപിടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മിണ്ടിക്കാനുള്ള പരിപാടികളാണ് ഞാനീ നോക്കുന്നത്. എപ്പോഴും ഇങ്ങനെയാണ് എവിടെ പോവുകയാണെങ്കിലും. അപ്പോൾ ഇതേ അച്ഛനും അമ്മയും ഇങ്ങനെ അവിടെ ഒരു പാലസ് ഉണ്ട് പോകുന്ന വഴിയിൽ. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ അതിനെ പറ്റിയുള്ള സംസാരമായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അവളുടെ അവിടേക്ക് എത്താനായി തുടങ്ങി. അപ്പോഴത്തേക്കും കരിമോൾക്ക് ഏകദേശം കുറച്ച് ചിരിയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ആളൊന്ന് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഇനി കനിമോൾക്ക് ഇത്ര അറ്റാച്ച്മെൻറ്റ് തോന്നാനുള്ള കാരണം കനിമോൾക്ക് 1 വയസ്സായപ്പോൾ തൊട്ട് കനിമോൾ ഇവരെ 2 ആളെയും കാണുന്നുണ്ട്. അത് മാത്രമല്ല കൃപ ടൈം കിട്ടുമ്പോഴൊക്കെ കരിമോളയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവൾ തിരിച്ചു പോകുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും കരിമോള്. പിന്നെ 2 ദിവസത്തേക്ക് ഭയങ്കര ഡെസ്പായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും ഒരു നല്ല അറ്റാച്ച്മെൻറ്റ് ഇവർക്ക് 2 ആളോടും കൃപേനോടും അതേപോലെ തന്നെ സജീഷേട്ടൻ്റെ അടുത്തും ഉള്ളതുകൊണ്ട് തന്നെ അവൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ വീഡിയോൻ്റെ തുടക്കം തന്നെ അവൾ പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം അവരുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അവൾ നമ്മുടെ വീട് പോലെ തന്നെ അവിടെ അവൾക്ക് പെരുമാറാൻ പറ്റാവുന്നൊരു വീടായിട്ടാണ് കേട്ടോ അവൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ദേ ഞാനും അമ്മയും കനിമോളും ലിഫ്റ്റിലോട്ട് കയറാണ്. അച്ഛനും സജീഷേട്ടനും കൂടി കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ദേ അവരുടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കനിമോൾക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് മാറി. അപ്പോഴേക്കും ദേ സജീഷേട്ടൻ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കൃപയുടെ സജീഷേട്ടൻ കേട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ വീട്ടിലേക്ക് കയറി കേട്ടോ. ദേ കൃപ ഇതാ മുന്നിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ കൃപയുടെ കൂടെ പോയത് കിച്ചണിലോട്ടായിരുന്നു കേട്ടോ. നല്ല ചിക്കൻ ഫ്രൈ ആക്കുന്ന മണം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ടേസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല കനിമോളും. അപ്പുറത്തെ അവൾ ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ വീട് പോലെ കാണാൻ പറ്റാവുന്ന ഒരു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെയുള്ള നല്ലൊരു ഫ്രണ്ടാണ് ഇവൾ കേട്ടോ. അപ്പോൾ അത് കരിമോളും അവിടെ വന്നിട്ട് അവളുടെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോഴേക്കും അച്ഛനും സജീഷേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് സജീഷേട്ടനും കൃപേനെയും അറിയായിരുന്നു. അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ച് അവർ 3 ആളും നല്ല സംസാരത്തിലായിരുന്നു. ഇവിടെ കനിമോളും അമ്മയും ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും സജീഷേട്ടന്മാരും നല്ല സംസാരം കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ റൂമിലോട്ട് പോയിട്ടോ. റൂമിൽ പോയ ശേഷം ഞങ്ങൾക്കുണ്ടായിരുന്ന ടോപ്പിക്ക് മൊത്തം കനിമോളും കല്ലൂസും വീരുക്കുട്ടനും പിന്നെ അന്നത്തെ പാരൻറ്റിങ്ങും ഇന്നത്തെ പാരൻറ്റിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിനി ഇവിടെയും ഇവരെ പറ്റി പറയാനുള്ളത് ഞാനൊരു യൂട്യൂബ് ചാനൽ ഈ ജാനുവരിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എനിക്ക്
എന്താ പറയുക നല്ലൊരു സപ്പോർട്ട് തരുന്ന നല്ലൊരു ടീമാണ് ഇവർ കേട്ടോ. അത് മാത്രമല്ല എനിക്കിവിടെ നിൽക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു ബന്ധമുള്ളതുകൊണ്ട് മാത്രമാണോ അറിയില്ല, അവരിവിടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. നമുക്ക് എന്തും എന്താ പറയുക പറയാനുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കണ്ണും പൂട്ടി വിളിക്കാൻ പറ്റാവുന്ന 2 പേരാണ് കേട്ടോ ഇവർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഇങ്ങോട്ടേക്കും അവർ സജസ്റ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അതെനിക്ക് എന്താ പറയുക കുറേ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടാറുണ്ട്. ഇവരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ കൃപ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് തന്നെ കനിമോൾ ഡാൻസിനും കൂടി പോയതായിരുന്നല്ലോ. ഫസ്റ്റ് കനിമോൾക്കായിരുന്നു വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ എല്ലാവരുടെ പ്ലേറ്റിലും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിക്കാൻ തുടങ്ങുക കേട്ടോ. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, കൃപ നന്നായി കുക്ക് ചെയ്യട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു. ഞാൻ ചുമ്മാ ഒന്നും പറയുന്നതല്ല കേട്ടോ, നല്ല ബിരിയാണിയാണ്. അവൾ നന്നായിട്ട് എത്ര ആൾക്കാരുണ്ടെങ്കിലും ഒരു ടെൻഷനും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ വായയ്ക്ക് അധികം വയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു കഴിക്കാൻ. അത് കഴിഞ്ഞ ശേഷം കൃപയ്ക്ക് കിട്ടിയ ടാസ്ക് ഈ റുബിക്സ് ക്യൂബ് റെഡിയാക്കലായിരുന്നു കേട്ടോ. എൻ്റെ സജീഷേട്ട ഒന്ന് വെല്ലുവിളിച്ചിരുന്നു ഒന്ന് റെഡിയാക്കി കാണിക്കാൻ. അപ്പോൾ അവൾ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം അവളെ പല എന്ന് പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് അവൾക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അവളിങ്ങനെ പറയുന്നൊന്നും മിണ്ടാതിരിക്കുമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവളെ വീണ്ടും എന്ത് പറഞ്ഞാലും ശല്യം ചെയ്യാനാണല്ലോ എനിക്കിഷ്ടം. പിന്നെ അങ്ങനെയൊക്കെ സമയം പോയി ഞങ്ങൾ പോകാനായിട്ടോ. ഈ പോകാൻ നേരത്ത് അവളാണ് യാത്ര എന്നോട് പറയുന്നത്. ഞാൻ ആ വീട്ടിലെ ആളും അവൾ പോകുന്ന ആളുമായിട്ട് കുറച്ച് നേരത്തേക്ക് മറന്നുപോയി അവൾ. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങായിട്ടോ. പെട്ടെന്നായിരുന്നു സമയം പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് അവളോട് വരാൻ പറയുമായിരുന്നു കേട്ടോ. യാത്ര പറഞ്ഞാലും പിന്നെ അവിടെ നിന്ന് സംസാരിക്കാനാണല്ലോ നമ്മുടെയൊക്കെ പതിവില്ലേ. അങ്ങനെ അവസാനം ലിഫ്റ്റ് കയറി ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി കഴിഞ്ഞ് മുകളിൽ നിന്ന് വീണ്ടും കൈവീശി കാണിക്കുന്ന കൃപ. അപ്പോൾ ഇതുപോലെ 20 വർഷത്തിന് മുകളിലൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.